നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നന്നായി മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മസാല ദോശയാണ്. മസാല ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല ദോശ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പേപ്പർ പോലെ കനം കുറഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മസാല ദോശ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് മസാല ദോശ റെഡിയാക്കാൻ ആവശ്യമായ ദോശമാവ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരി അളന്നെടുത്ത കപ്പിൻ്റെ 3/1 ഭാഗം അളവിൽ ഉഴുന്നും കൂടി ഇതിനോടൊപ്പം ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി 3-4 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ചധികം വെള്ളമൊഴിച്ചിട്ട് 4-5 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. അരയ്ക്കുമ്പോൾ മിക്സി ജാറ് ചൂടാവാതിരിക്കാനായിട്ട് അവസാനത്തെ 2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കുതിർത്തെടുക്കാം. അങ്ങനെ ഒരു 5 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കുതിർക്കാൻ ഉപയോഗിച്ച ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതിനായിട്ട് ഈ വെള്ളം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിത് 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇതിൻ്റെ 1/2 ഭാഗം ഇതുപോലെ മിക്സിയുടെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് അരി കുതിർത്ത തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇത് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ ജാറിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള പച്ചരിയും ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരി അളന്നെടുത്ത കപ്പിൻ്റെ 3/1 കപ്പ്, അതായത് ഉഴുന്നെടുത്ത അതേ അളവിൽ ചോറും കൂടി ചേർക്കാം. ഒപ്പം തന്നെ നമ്മുടെ മസാല ദോശ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടാനായിട്ട് 3/1 കപ്പ് ഒട്ടും തരിയില്ലാത്ത വറുത്ത അരിപ്പൊടി കൂടി ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത ഈ ഒരു മാവ് നമുക്ക് ആദ്യം അരച്ച് മാറ്റി വെച്ചിരുന്ന മാവിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് മാവിൻ്റെ കട്ടിയൊന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് മാവരച്ച മിക്സി ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കറക്കി അതും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. മാവ് പൊളിച്ച് വീർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കട്ടിയായി വരുന്നത് കൊണ്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കൈ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കൈ ഉപയോഗിച്ച് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയകൾ മാവ് നന്നായിട്ടൊന്ന് പൊളിച്ച് വീർത്ത് കിട്ടാനായിട്ട് സഹായിക്കും. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 8 മുതൽ 10 മണിക്കൂർ വരെ ഇതൊന്ന് പൊളിക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടി 10 മിനിറ്റിൽ കുക്കറിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് 6 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് അരമണിക്കൂറൊന്ന് കുതിർത്തെടുത്ത ശേഷം ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും 1 കഷ്ണം കായവും പരിപ്പ് പതഞ്ഞ് പൊങ്ങാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് 1 ഉണക്കമുളകും ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം കുക്കർ മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ 2 വിസിലടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിലടിച്ച് പ്രഷറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്നപ്പോഴേക്കും പരിപ്പും പച്ചക്കറികളും പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും 2-3 വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞതും ചേർക്കാം. സാമ്പാറിന് പുളിക്ക് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി 1/2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം തീയിൽ 2-3 മിനിറ്റ് ഇതെല്ലാം തുറന്ന് വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ പാകത്തിനൊന്ന് വെന്ത് സാമ്പാർ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുകും 1 നുള്ള് ഉലുവയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 2 ഉണക്കമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശയ്ക്കൊപ്പം സെർവ് ചെയ്യാനായിട്ട് 2-3 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന മുളക് ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ചൂട് കെട്ടിയുള്ള ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 3-4 വെളുത്തുള്ളി ഇലകളും മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചച്ചുവെല്ലാം മാറി സവാള നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം
3-4 ഉണക്കമുളക് കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ തേങ്ങ ചട്നി തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. കൂടെ തന്നെ റെസ്റ്റോറൻറ്റിലെ അതേ സ്വാദ് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒരു പാനിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ചേർക്കാം. ഒപ്പം തന്നെ 2 പച്ചമുളകും 1/4 ടീസ്പൂൺ ഉപ്പും 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് നരച്ചെടുത്ത ശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ 2 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് ചട്നിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. ഇപ്പോൾ തയ്യാറാക്കിയ ഈ 3 സൈഡ് ഡിഷുകളും നമുക്ക് വേണമെങ്കിൽ നേരത്തെ തയ്യാറാക്കി വയ്ക്കാവുന്നതാണ്. എന്നാൽ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഉരുളക്കിഴങ്ങ് മസാല മാവ് നന്നായിട്ട് പൊളിച്ചതിന് ശേഷം ദോശ തയ്യാറാക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം തയ്യാറാക്കുന്നതാണ് നല്ലത്. നമ്മുടെ പൊട്ടറ്റോ മസാല തയ്യാറാക്കാനായിട്ട് ചൂടുകെട്ടിയുള്ളൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും 2 ഉണക്കമുളകും 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള ഇതുപോലെ ക്യൂബ്സായി അരിഞ്ഞെടുത്ത് ചേർക്കാം. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളവും ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം തീ ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം തൂക്കം വരുന്ന 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് മിക്സ് ചെയ്തെടുത്ത ശേഷം എല്ലാം ഒന്ന് യോജിച്ച് ചേർന്ന് കിട്ടും വരെ ഏറ്റവും കുറഞ്ഞ തീയിൽ 1-2 മിനിറ്റ് നമുക്കത് തുറന്ന് വെച്ച് തന്നെ ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. അതിനുശേഷം നല്ലൊരു സ്വാദിനായിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം കുറച്ച് മല്ലിയില കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദോശമാവ് ഇവിടെ നന്നായിട്ടൊന്ന് പൊളിച്ച് വീർത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. കൂടെ തന്നെ ദോശ നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല ദോശ റെഡിയാക്കി എടുക്കാം. കുറച്ച് വലുപ്പത്തിൽ ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് തവയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാ ദോശക്കല്ലിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തവയൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ചൂടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം തളിച്ച ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് വെള്ളം നന്നായിട്ട് തുടച്ച് കളഞ്ഞ ശേഷം നമുക്ക് മാവ് ഒഴിക്കാം. ഇനി നമുക്കിത് ഇതുപോലെ വളരെ കനം കുറച്ച് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം. മാവ് ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം കൂട്ടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് ദോശ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ദോശ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ മുകളിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുക്കാം. ദോശ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഇതുപോലെ കളറെല്ലാം ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല വച്ചിട്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്ത ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതുപോലെ പുറമേ നന്നായി മൊരിഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ദോശ പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ തവണ മാവൊഴിക്കുമ്പോഴും തവയുടെ ചൂട് കൂടി പോവാതെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തവയുടെ ചൂട് കൂടിപ്പോയാൽ ദോശ പെർഫെക്റ്റായി കിട്ടില്ല. അതുകൊണ്ട് ഓരോ തവണയും വെള്ളം തളിച്ച ശേഷം മാവൊഴിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ദോശ കല്ലിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അല്പം ഓയിൽ തേച്ച ശേഷം വേണം മാവൊഴിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മസാല ദോശ കടയിലെ അതേ സ്വാദോടെ ക്രിസ്പിയായിട്ട് കഴിക്കണമെങ്കിൽ നേരത്തെ തയ്യാറാക്കി വെക്കാതെ കഴിക്കുന്ന സമയത്ത് മാത്രം തയ്യാറാക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇന്നത്തെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നന്നായി മൊരിഞ്ഞ് പേപ്പർ പോലെ കനം കുറഞ്ഞ ഈ ഒരു മസാല ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മസാല ദോശ ഇഷ്ടമുള്ളവരും തയ്യാറാക്കിയിട്ട് ഇതുവരെ ശരിയാവാത്തവരും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്